الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമ റഹീമനായ അല്ലാഹുവേ, ഞങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വിഷയം ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന വിഷയം ഒരു സൂറത്തിനെ കുറിച്ചിട്ടാണ്. ഈ സൂറത്ത് ഒരാൾ 101 വട്ടം പാരായണം ചെയ്തിട്ട് വലിയൊരു തടസ്സം മാറിക്കിട്ടാൻ ഉണ്ടല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടാനുണ്ട്, അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ളവരെല്ലാം ഈ സൂറത്ത് 101 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണം. എന്നിട്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ പറയുക. ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ അല്ലേ, ഒരുപാട് മുറാദുകൾ മനസ്സിലാക്കാനുള്ളവർ. അവർ ഈ സൂറത്ത് 101 പ്രാവശ്യം പാരായണം ചെയ്തിട്ട് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചാൽ അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ മനസ്സിലാക്കി തരുന്നതാണ്. അത്ര മഹത്തമായ ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ സദസ്സുകളിലൊക്കെ ബർക്കത്ത് വരികണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദുആകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു മഹത്തായ സൂറത്തിനെ കുറിച്ച് ഞാനിന്ന് പറയും. പക്ഷേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദുആകൾ സ്വീകരിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, രാവും പകലുമായി ഒരുപാട് ദുആകൾ ഞാൻ ചെയ്യുന്നുണ്ട് നബിയേ. എനിക്കൊരു ഉറപ്പ് വേണം, ഞാൻ എപ്പോൾ ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു, അതിനുള്ളൊരു മാർഗം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇബ്നു അബ്ബാസേ, നീ അങ്ങനെ ചെയ്താൽ നിന്റെ ഒരു പ്രാർത്ഥനയും അല്ലാഹു തട്ടിക്കളയുകയില്ല. അവ ദുആ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഞാൻ പറയുന്ന ഒരു കാര്യം പുറകെ പിടിച്ചാൽ ഒരു പ്രാർത്ഥനയും അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശ്രദ്ധപൂർവ്വം കേൾക്കുകയാണ്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക. നിങ്ങൾ നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഭക്ഷണത്തെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം മേടിച്ച് കഴിക്കാനാണ് പറഞ്ഞത്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ അതൊക്കെ മേടിച്ച് കഴിക്കാനാണ് പറഞ്ഞത്. അല്ല, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായ ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഹലാലായ ഭക്ഷണങ്ങൾ മാത്രമേ നീ കഴിക്കാവൂ എന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ഹലാലാണോ അതോ ഹറാമാണോ എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അത് ഹലാലായ ഭക്ഷണമാണോ അത് ഹറാമായ ഭക്ഷണമാണോ എന്ന് നിങ്ങളെല്ലാവരും എന്റെ ഈ വാദം കേൾക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളെല്ലാം ഒന്ന് മനസ്സിലെത്തി ഒന്ന് ചിന്തിച്ചു നോക്കുക. പഠിച്ചവനെ, ഞാൻ കഴിച്ച ഭക്ഷണം അത് ഹറാമാണോ ഹലാലാണോ? കഴിവിന്റെ പരമാവധി എന്നല്ല, പൂർണ്ണമായി നമ്മൾ ഹലാലായ ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കണം. ഒരാളുടെയും പൊരുത്തമില്ലാത്ത മുതല് നമ്മളെ വയറിൽ പോകാൻ പാടില്ല, നമ്മളെ തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ പാടില്ല. ഒരാളുടെയും പൊരുത്തമില്ലാത്ത മുതൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നാൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം എന്താണ്? നല്ല ഹലാലായ ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാവൂ. അല്ലാഹുവേ, നിങ്ങൾക്ക് ഹലാലായ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യവും അതിനുള്ള എല്ലാം ജോലിയും അതിനുള്ള ബിസിനസ്സും എല്ലാം നല്ല മാർഗത്തിൽ സമ്പത്തുകൾ സ്വീകരിക്കാൻ, സമ്പത്തുകൾ സ്വരൂപിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് വിശാലമാക്കണേ പടച്ചവനെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രമല്ല പറഞ്ഞത്, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ഹലാലായ നല്ല ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അപ്പോൾ ഹലാലായ ഭക്ഷണം അത് നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന മഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം
ഈ സൂറത്തിനെ ഒരാൾ 101 പ്രാവശ്യം പാരായണം ചെയ്താൽ 101 വട്ടം പാരായണം ചെയ്തിട്ട് വലിയൊരു തടസ്സം മാറിക്കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ളവരെല്ലാം ഈ സൂറത്ത് 101 പ്രാവശ്യങ്ങൾ പാരായണം ചെയ്യണം. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. പലവിധ ബുദ്ധിമുട്ടുകളുള്ളവരാണ്. രോഗികളുണ്ട്, ഭവനങ്ങളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടാത്തവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുപാട് പേരുണ്ട്. ഭവനമില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും വിഷമിക്കുന്നവരും ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് 101 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലാഹുവിനോട് നിങ്ങൾ പറയുക. അങ്ങനെ പാരായണം ചെയ്ത് പറഞ്ഞാൽ മഹാന്മാര് പറയുന്നു, ഇങ്ങനെ ചെയ്താൽ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അത് എങ്ങനെയാണ് ഓതേണ്ടിയുള്ളത്? സുബഹി നമസ്കാര ശേഷം, സുബഹിക്ക് ശേഷം ഓതാനാണ് ഏറ്റവും നല്ലത്. അപ്പൊ ആ സൂറത്ത്, ആ ചെറിയ സൂറത്ത് നമ്മൾ എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടിയുള്ളത്? സുബഹി നമസ്കാര ശേഷം, സുബഹിക്ക് ശേഷം ഓതനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഓതിയാൽ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരെ ഉണ്ടായതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓതുമ്പോൾ നല്ല കൃത്യമായി കഴിവിന്റെ പരമാവധി അക്ഷരത്തെറ്റുകളില്ലാതെ ഓതാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അക്ഷരത്തെറ്റുകളില്ലാതെ ഒന്നോടുകൂടി ഖിബ്ലയ്ക്ക് നേരെ ഇരുന്നുകൊണ്ട് അക്ഷരത്തെറ്റുകളില്ലാതെ നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരുന്നതാണ്. അപ്പോൾ ആ മഹത്തായ സൂറത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. സൂറത്തുൻ നസ്റാണ്. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ സൂറത്തിന്റെ മഹത്വമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അവ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ, മേൽ വിവരിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا رب ارحمهما كما ربونا صغارا. ارحم الراحمين يا الله. പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ റഹ്മാനായ റബ്ബേ. അല്ലാഹു ഇതിന്റെ വലിയ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടോടെ ഖബറിലെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മജ്‌ലിസിലൊക്കെ നീ ബർക്കത്ത് വരണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സുകളിലും ഞങ്ങളുടെ വാദിന്റെ സദസ്സുകളിലെല്ലാം നീ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പല രോഗികളാണ്. ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാക്കി തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ പലരും ഭവനങ്ങളില്ലാത്തവരാണ്. റബ്ബേ, ഞങ്ങൾക്ക് ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ അവരുടെ ഭവനങ്ങളിൽ വിവാഹപ്രായമെത്തി നിൽക്കുന്ന പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, അവരിലേക്കെല്ലാം സാലിഹീങ്ങളായ ഞങ്ങളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ധാരാളം ഖൈറുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നീ അവർക്ക് നിലനിർത്തണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾ പലരും കടക്കാരാണ് റബ്ബേ, ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട് റബ്ബേ, നീ സന്താനങ്ങൾ നൽകണേ പടച്ചവനെ, നീ സന്താനങ്ങൾ നൽകണേ അല്ലാ. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് പടച്ചവനെ, സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർ നൽകണേ അല്ലാ. പടച്ചവനെ പലരും ഉംറയ്ക്ക് പോകുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, അവർക്കെല്ലാം അവിടെ ഉറകളെല്ലാം നീ മഖബൂലുമാക്കണേ പടച്ചവനെ. അല്ലാഹുവെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. നീ റജബിലും ശഅബാനിലെല്ലാം ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ റമളാനിൽ നീ ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫഖ്നാ ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ പടച്ചവനെ, ഈ ഭൂമിയിൽ നിന്നെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ, അതിലെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. തന്ന കുടുംബത്തിലും തന്ന മക്കളിലും തന്ന വാഹനത്തിലും തന്ന ഭവനങ്ങളിലെല്ലാം നീ ബർക്കത്തുകളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ, ധാരാളം ബർക്കത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. തന്ന ശരീരങ്ങളിലെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പടച്ചവനെ അവർക്ക് നല്ല ബുദ്ധിപൂർവ്വത നൽകണേ അല്ലാഹ്. ഓർമ്മശക്തി നൽകണേ അല്ലാഹ്. പഠിക്കാനുള്ള ആവേശം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ പടച്ചവനെ നീ സാലിഹീങ്ങളും ആലിമീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ലാഹുവേ മാതാപിതാക്കൾക്കും നാട്ടിലെ നാട്ടുകാർക്കെല്ലാം ഉപകാരമുള്ള സാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. ധാരാളം അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ ധാരാളം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സുകളിലെല്ലാം നീ ബർക്കത്തുകളെ നിലനിർത്തണേ പടച്ചവനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് പേര് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം സകല ഹലാലായ മുറാദുകളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുണ്ട് അല്ലാഹ്. അവിടെ കച്ചവടത്തിൽ ബർക്കത്ത് വരണേ അല്ലാഹ്. നല്ല നല്ല ലാഭങ്ങൾ കൊടുക്കണേ അല്ലാഹ്. അത് പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടക്കാറുണ്ട്, ഞങ്ങളെ ആരെയും നീ കടക്കാറായി മരിപ്പിക്കില്ലേ കടങ്ങൾ വിടാനുള്ള ജോലികളും അതുപോലെ ആരോഗ്യവും അതുപോലെ തന്നെ ആയുസ്സുമെല്ലാം ഞങ്ങൾക്ക് നീ ധാരാളം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.